ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് റാൻഡമായിട്ട് എടുത്ത കുറച്ച് വീഡിയോ ക്ലിപ്സാണ് കേട്ടോ ഞാൻ വീഡിയോ ആക്കുന്നത്. ഈ ഒരു സംഭവം നിങ്ങൾ ആരെങ്കിലും മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇതെല്ലാം വെജീസ് ആട്ടോ. വെജീസ് ഈ ചിപ്സ് പോലെ ഇങ്ങനെ ഡ്രൈഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളും ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണേ. എനിക്ക് അന്നത്തെ ദിവസം നോമ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയ്ക്കാണെങ്കിൽ ഇത് ഓപ്പണിംഗ് ആയിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ പെസ്റ്റർ ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. സോ അവർ ഓപ്പൺ ചെയ്തിട്ട് അവർ തന്നെ ടേസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മളിതൊന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. ടേസ്റ്റ് ചെയ്തു എന്താ അടക്ക ഫസ്റ്റ് അത് ട്രൈ ചെയ്യ്. എന്തിൻ്റെ ടേസ്റ്റാ? ഇതെന്താ? ബീൻസ്. വെണ്ടയ്ക്കയുണ്ട്, നല്ല ക്രിസ്പിയാണ്, ചെറിയ സ്വീറ്റ്നെസ്സും ഉണ്ട്. രണ്ട് ഇനി വേറെ എടുത്ത് ട്രൈ ചെയ്യ്. എന്താ? എന്താ പറഞ്ഞറിയില്ല. സ്വീറ്റ് പൊട്ടാറ്റോ ആണെന്ന് തോന്നുന്നു. അതോ? ഇത് ക്യാരറ്റ്. ഇത് ചിപ്സ് ഒക്കെ നമ്മൾ ഇതന്നെ എല്ലാം സെയിം ടേസ്റ്റാ അതോ വെണ്ടക്കൊക്കെ വേറെ ടേസ്റ്റാ? എല്ലാത്തിനും ഇതിന് അതിൻ്റെതായ വേറെ സ്വീറ്റ്നെസ്, ക്യാരറ്റിന്റെ ഫ്ലേവറിന്റെ സ്വീറ്റ്നെസ്. ഇനി എന്താ ഭയങ്കര ക്രിസ്പിയാണ്. നമുക്ക് ബീട്രൂട്ട് ചേർക്കാം. പിന്നെ പൊട്ടാറ്റോ അല്ലേ? അത് പൊട്ടാറ്റോ. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങുന്ന ഷോപ്പിൽ ഇത് അവൈലബിൾ ആയിരിക്കും കേട്ടോ. പിന്നെ സംഭവം ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണേ. ബീട്രൂട്ടാ? ബീട്രൂട്ട് ഉണ്ട്. ഇതാ പിന്നെന്താ? ഒരു ഗ്രീൻ ആണോ? അറിയാമോ തിന്നാം. ചിലപ്പോ അത് പൊട്ടാറ്റോ. പൊട്ടാറ്റോ ഒരു പ്ലെയിൻ പൊട്ടാറ്റോ. ബീട്രൂട്ട് ഒന്നുമില്ല, സാധാരണ ബീട്രൂട്ട് വെറുതെ. എങ്ങനെ തന്നെ ടേസ്റ്റ്? എന്താ? അത് സ്വീറ്റ് പൊട്ടാറ്റോ. എന്താ സാധനം? ക്യുക്കമ്പർ ആണോ? അല്ല, മാങ്ങ കഴിക്കും. ഈ ഗ്രീൻ കളർ സുക്കീനി ആണെന്നാ തോന്നണേ. എൻ്റെ ഇതിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അടിപൊളി എനിക്ക് തോന്നിയത് ലേഡീസ് ഫിംഗർ ആണ്. അമ്ര തിന്നിട്ട് പറ. കയ്പയോ? അല്ല, ക്യുക്കമ്പർ ആണോ അതോ സുക്കീനിയോ? നോക്കട്ടെ. അതോ പേരയ്ക്കായിരിക്കും. പേരക്കൊന്നും അല്ല. ഈ കളറിൽ എന്താ സാധനം? സുക്കീനി. ബീട്രൂട്ട് രണ്ട് കളറുണ്ട്. ഒന്നും ഭയങ്കര ഡാർക്കല്ലേ? നോക്കട്ടെ, പാക്കറ്റ് നോക്കട്ടെ. ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ച് ദിവസം ആയിരിക്കണം കേട്ടോ. പിന്നെ ഇപ്പോഴാണ് നമ്മളിത് ഓപ്പൺ ചെയ്തത്. ആക്ച്വലി എങ്ങനെയാണ് ഈ വെജിറ്റബിൾസ് ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കണമെന്ന് അറിയില്ല. എല്ലാം ഭയങ്കര ക്രിസ്പിയാണ്, നല്ല അടിപൊളിയാണ്. സ്നാക്കിങ്ങിനൊക്കെ പറ്റിയൊരു സാധനമാണ്. പക്ഷേ ഇതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരാളെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഞാൻ അത്യാവശ്യം എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം നമ്മൾ 2 വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും കാണുന്നത്. ശരിക്കും നമ്മൾ സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞിട്ടില്ല കേട്ടോ. എത്ര സംസാരിച്ച് കഴിഞ്ഞാലും നമ്മുടെ ടോപ്പിക്സ് തീരെയില്ല. അപ്പോൾ കുറേ കാലം കഴിഞ്ഞ് മീറ്റ് ചെയ്യണമായതുകൊണ്ട് ഞാൻ വെറുതെ ഫഹമിക്ക് എൻ്റെ സൈഡിൽ നിന്ന് ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുത്താണ്. ഫഹമി ചോദിക്കുന്നുണ്ട്, വെറുതെ എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വട്ടാണോ എന്നൊക്കെ. ശരിക്കും ഗിഫ്റ്റ് കൊടുക്കാൻ നമുക്കൊരു റീസണൊക്കെ വേണോ? ഗിഫ്റ്റ്സ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അത് എൻ്റെ ഒരു ഹാപ്പിനെസ്സാണ്. പിന്നെ അത് റിസീവ് ചെയ്യുന്ന ആൾക്കും അതൊരു ഹാപ്പി ആയിട്ടുള്ള കാര്യമാണല്ലോ. നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കിട്ടിയാൽ നമുക്ക് സങ്കടമാവുമല്ലോ, സന്തോഷമല്ലേ തോന്നുക. അപ്പം ഞാൻ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ച് ജ്വൽസാണ്. ഒരു കഫ് ബാങ്കിൾ, റിങ്, ബ്രേസ്ലെറ്റ് ഒക്കെ. നമ്മുടെ സ്വന്തം TJCOന്ന് പർച്ചേസ് ചെയ്ത ഐറ്റംസാണ് ഇത്. TJCOയിൽ നല്ല അടിപൊളി കളക്ഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ആൻറ്റി ടാർണിഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി വെയർ ചെയ്യുകയും ചെയ്യാം. പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഗിഫ്റ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ സംസാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം മഗ്‌രിബായിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴാണ് അവിടെ ഒരു കൊറിയർ വന്ന് കിടക്കുന്നത്. ഞാൻ ഒരു
ഇത് ഞാൻ നോക്കി ഉണ്ടാക്കിയതാട്ടോ. ഇതെന്താണ് ബണ്ണി? ബണ്ണി. ഇത് 2 ചെവി, then 2 കാൽ, പിന്നെ and ഒരു വാൽ. വാലിന് കുറച്ച് സ്റ്റഫിങ് ചെയ്തിട്ടുണ്ട്, ചെവിക്ക് സ്റ്റഫിങ് ഒന്നുമില്ല. അപ്പോൾ നമ്മളെടുത്ത് ഈ സ്റ്റഫിങ് ഇല്ലേനും, അപ്പോൾ നമ്മൾ സ്റ്റഫിങ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ആദ്യം ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ഫുൾ കൊളായതായിരുന്നു. അത് സൈഡിലുണ്ട്. കൊളായ വർക്കൊന്നും കാണിച്ചെടുത്തതാ. കൊളായിട്ട് പിന്നെ ഞാൻ അതിനെ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. ഇത് ഒരു ബണ്ണിനെ ഉണ്ടാക്കാൻ നോക്കിയതാണ്. ഇതേപോലത്തെ ഒരു വണ്ടീനെ ഉണ്ടാക്കാൻ നോക്കിയതായിരുന്നു, പക്ഷെ പിന്നെ നമുക്ക് കൗണ്ടൊക്കെ പോയി. അതായത് ഇത് ഈ ആണായതുകൊണ്ട് ഉണ്ടാക്കിയത് ഊരിയാല് വൃത്തിയാവില്ല. ഊരിയാല് അല്ല, ഈ ആണായതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഇതിൻ്റെ പിന്നെ ഈ സ്റ്റിച്ചസ് ഇല്ലേ, അത് ശരിക്കും കാണൂല. അതാണ് പ്രശ്നം. ഇതിൻ്റെ സ്റ്റിച്ചസിൻ്റെ നമ്പർ ഓഫ് കൗണ്ട്സ് കിട്ടിയാലാണ് അവർ പറയുന്ന പോലെ നമുക്ക് കറക്റ്റ് പ്രോപ്പർ ഷേപ്പിൽ വരാം. അപ്പോൾ അന്നൊന്നും ഇത് എങ്ങനെയാണ് കൗണ്ട് ചെയ്യുക, ഇതിൻ്റെ സ്റ്റിച്ചസ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഈ ആൺ വെച്ചിട്ടാണ് തുടങ്ങിയത് ആക്ച്വലി. അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അന്നത്തെ വർക്കും ഇന്നത്തെ വർക്കും തമ്മിലുള്ള ഇത് തീരെ ഫിനിഷിങ് ഇല്ല. ദിസ് ഇസ് ലൈക്ക് മൈ ഫസ്റ്റ് ട്രൈ ആണ്. ബട്ട് ഇത് ഇപ്പം ഞാൻ ചെയ്തതാണ്. കുറച്ചും കൂടെ ഇതിൽ കുറച്ച് വേറെ ടൈപ്പായിട്ടും എങ്ങനെയാണെന്ന് പഠിച്ചതിനെ കൊണ്ട് നമ്മുടെ ഫുള്ളും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ നീറ്റ് അതിനെ കൊണ്ട് ഇത് സ്റ്റഫ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ സ്റ്റഫ് ചെയ്യാനുള്ള ആ ഒരു സംഭവം ഓൺലൈനിൽ വാങ്ങിച്ചാട്ടോ. ഈ മൈക്രോ ഫൈബർ സംഭവം ആട്ടോ നമ്മൾ സ്റ്റഫ് ചെയ്യാം. ഇത് 1 കിലോ. ഇത് 1 kg 1 kg വാങ്ങിച്ചേനു. സോ നമുക്കിത് സ്റ്റഫ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഇങ്ങനെയല്ലോ, ഇതിന് ഷേപ്പ് ഒന്നുമില്ല. സോ ഇത് സ്റ്റഫ് ചെയ്താലാണ് സ്റ്റഫ് ചെയ്തിട്ട് കാണാം. ബണ്ണീനെ ഫില്ല് ചെയ്തു. സോ ഇപ്രാവശ്യം പ്രോപ്പർ ഒരു ബണ്ണിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ആണാകുമ്പോഴൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് ടൈമേഴ്സിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ സ്റ്റിച്ചൊന്നും ശരിക്കും നമുക്ക് മനസ്സിലാവില്ല. ശരിക്കും നമ്മൾ പ്രൊജക്റ്റ് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്താലേ പിന്നെ അത് ഫിനിഷ് ചെയ്യുമ്പോൾ ഭയങ്കര ഫിനിഷ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. പിന്നാണെങ്കിൽ ഫിനിഷ് ചെയ്യാണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഇറിറ്റേഷനാണ്. പക്ഷെ ഇത് ഞാൻ പിന്നെ ഈ ഫില്ലിങ് ഇല്ലാണ്ട് സ്റ്റഫിങ് ഇല്ലാണ്ട് നമ്മൾ ഇത്രയും ചെയ്തിട്ട് പിന്നെ സ്റ്റഫിങ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ വെയിറ്റ് ചെയ്തതാണ്. സോ ഇനി ഇത് ഫുള്ള് ഫിനിഷ് ചെയ്തിട്ട് കാണിച്ചു തരാം. പിന്നെ നമുക്ക് അതിൻ്റെ കണ്ണും മൂക്കൊക്കെ വെക്കണം. സോ അതിൻ്റെ ഒരു പരിപാടിയിലാണ്. അപ്പോൾ നമ്മുടെ ബണ്ണീനെ ഫില്ല് ചെയ്തിട്ടോ. പിന്നെ ഇതാണ് സാധനം. ചെവിയൊക്കെ ഇങ്ങനെ ഇതാണ് സാധനം. ഇനി കണ്ണും മൂക്കൊക്കെ ആക്കിയിട്ട് ഞാൻ കാണിച്ചു കിട്ടും. ഓക്കെ. അപ്പോൾ നമ്മൾ മാഷാ ബണ്ണി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ 2 കണ്ണ്, മൂക്ക്, കുറച്ച് എന്താ മീശ ആൻഡ് ബ്ലഷ്. ഞാൻ കുറേ കളേഴ്സ് ട്രൈ ചെയ്തു കേട്ടോ. അപ്പോൾ അതിൽ അത്യാവശ്യം ഇതിന് സൂട്ടായി പോണൊരു കളറാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഫസ്റ്റ് ട്രൈ ഒന്നുമല്ല കേട്ടോ. നമ്മളിങ്ങനെ ചെയ്തിട്ട് കണ്ടോ, ഈ ഒരു സാധനം ഉണ്ടാക്കാൻ നോക്കിയതാണ് ഇത്രയും കൊളായിട്ടുള്ളത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. സോ ഇങ്ങനെ ഓരോന്നും ട്രൈ ചെയ്ത് പഠിക്കുക. ഇത് ഫസ്റ്റ് ട്രൈ, സെക്കൻഡ് ട്രൈ. അതിന്റെ വാല് കാണിച്ചു കൊടുക്കി. രണ്ടിന്റെ വാല് ഒരു കുഞ്ഞതും പിന്നെ അതിൻ്റെതും അല്ല അതിന്റെ വാല്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ദിസ് ഈസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.